ഹേ മച്ചാന്മാരെ, എല്ലാവർക്കും റിയൽ ലൈഫ് ഓഫ് മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹേ മച്ചാന്മാരെ, ഞാൻ ഈ വീഡിയോ ആക്ച്വലി ഇതിൻ്റെ മുന്നേ ചെയ്യാൻ ഒരു വർഷം മുന്നേ ചെയ്യാൻ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ പഠനവും അതുപോലെ തന്നെ ഒത്തിരി തിരക്കായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതെല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഒത്തിരി പേര് ജർമ്മനിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വന്നത് ഒരു സാധാരണ വീട്ടിൽ നിന്നാണ്. അതുപോലെ ഒത്തിരി പേര് സാധാരണ വീട്ടിൽ നിന്ന് കടന്ന് ലോണൊക്കെ എടുത്ത് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഉള്ള ഡൗട്ടാണ് ഇവിടെ വന്നാൽ ലോൺ അടച്ച് തീർക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുണ്ട്. അതുപോലെ പാർട്ട് ടൈം എക്സ്പെൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ നിൽക്കുന്നത് ബെർലിനിലാണ്. ഇവിടുത്തെ ഞാൻ ഒരു വർഷം നിന്നതിൻ്റെ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ലോൺ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് ലോണാണ്. നാട്ടിൽ നിന്ന് നമ്മൾ ഏജൻസിയും അതുപോലെ തന്നെ എല്ലാവരും പറയണ കേട്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. ലൈക്ക് ലോൺ അടച്ച് തീർക്കാൻ പറ്റും, ഇവിടെ വന്ന് പാർട്ട് ടൈം ജോലി ചെയ്ത് പൈസ അടയ്ക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ പാർട്ട് ടൈം ജോബ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നവർക്കൊക്കെ അറിയാം, ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടുക എന്ന് പറയുന്നത് അത്രയ്ക്ക് സിമ്പിളുള്ള കാര്യമല്ല. ഭയങ്കര ഒത്തിരി നമ്മൾ റീസർച്ച് ചെയ്തും അങ്ങനെ കണ്ടുപിടിച്ചൊക്കെയാണ് നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ജർമ്മനിയിൽ ബെർലിനിൽ ഒത്തിരി അല്ലാത്ത ആൾക്കാർ ലൈക്ക് ഫോറിനേഴ്സ് ഒത്തിരി പേര് വരുന്നത് കൊണ്ട് നമുക്ക് ജോബ്സൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ജോബ് കിട്ടിയത്. അതൊരു ഡെലിവറി ജോബാണ് കിട്ടിയത്. ഞാനിപ്പോൾ ഒരു വർഷം അടുത്ത് ഞാൻ ആ ഡെലിവറി ജോബ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് ഇങ്ങനെ ഓരോ ജോബ് കിട്ടിയെങ്കിലും നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ഫയർ ചെയ്ത് വിടും. പക്ഷെ ഇതുവരെയായിട്ട് എന്നെ ഫയർ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ലോണൊന്ന് അടയ്ക്കാനെന്ന് പറഞ്ഞാൽ അത്ര എമൗണ്ട് നമുക്ക് ഇവിടെ മാക്സിമം നമുക്ക് പെർ മന്ത് കിട്ടുന്നത് 1 ലക്ഷം, നാട്ടിൽ 1 ലക്ഷം രൂപ അടുത്ത് നമുക്ക് എന്തായാലും ഇവിടെ ബേസിക് സാലറി കിട്ടും. പക്ഷേ 1 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ കേൾക്കുമ്പോൾ അയ്യോ ഇവന് 1 ലക്ഷം ബേസിക്കലി കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലുള്ളവർക്ക് വലിയ കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ ചിലവ് എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പെൻസീവാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, പല ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോ ടാക്സസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ടാക്സ് വരുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ എക്സ്പെൻസീവ്, അങ്ങനെ നമ്മുടെ വരവ് ചിലവ്, അങ്ങനെ ഒത്തിരി നമ്മുടെ കൈ കിട്ടുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടുന്നത് 100-200 യൂറോയൊക്കെ ആയിരിക്കും മിച്ചം കിട്ടുന്നത്. ഇവിടുത്തെ റെൻറ്റ് തന്നെ ഒത്തിരി എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് റെൻറ്റ് ബെർലിനെ സംബന്ധിച്ച് കുറച്ച് കൂടുതലാണ്. ഇപ്പം ഒരു ബേസിക് റെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 400 അത് ഡിപ്പെൻസാണ്. ചിലപ്പോൾ അതിൽ താഴെ കിട്ടാൻ ചാൻസസ് റെയറാണ്, കിട്ടും, പക്ഷേ അത് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ട്. ഇവിടെ പല ഇൻഷുറൻസ് ഉണ്ട്, പ്രൈവറ്റ് പബ്ലിക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അത് മിനിമം പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ 123 യൂറോയാണ്. എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഐ തിങ്ക് 10,000 സംതിങ് രൂപ ഇവിടെ പിടിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടാക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പിടിച്ച് നമുക്ക് ലാസ്റ്റ് എന്തായാലും 200 യൂറോ സംതിങ് ആണ് കിട്ടുള്ളൂ. ഇത് വെച്ച് നമുക്ക് ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. നിങ്ങൾക്ക് തൊട്ട് ബാക്കിൽ നോക്കിയാൽ കാണാം, ബാക്ക്ഗ്രൗണ്ടിൽ സ്നോയാണ്. ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഭയങ്കര ഫ്രീസ് ആവുകയാണ്, അതാണ് ഇടയ്ക്ക് വെച്ച് കട്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇത്രയും എക്സ്പെൻസീവ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഫീസും അടയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കാം, ഫീസ് അടയ്ക്കാൻ പോലും എനിക്ക് തികയാത്ത അവസ്ഥയാണ് പലപ്പോഴും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഫ്രണ്ട്സുകളുടെ കയ്യിൽ നിന്ന് പൈസ പലപ്പോഴും കടം മേടിക്കേണ്ടി വരെ അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒത്തിരി സ്റ്റുഡൻസ് ഇങ്ങോട്ടേക്ക് ഏജൻസികളുടെ വാക്ക് കേട്ട് വരുന്നവരുണ്ട്. ലൈക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്ത് പൈസ ഒത്തിരി കിട്ടും, പൈസ കൊണ്ട് നിങ്ങൾക്ക് ലോൺ അടയ്ക്കാം എന്നൊക്കെ പറയുന്നവർ ഒത്തിരി ഉണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റും, പറ്റില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ലൈക്ക് പാർട്ട് ടൈമും മിനി 2 ജോബും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. പക്ഷേ നിങ്ങൾ അതിനായ ബാലൻസ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്താൽ മാത്രമാണ്. അതൊക്കെ നമുക്കൊരു ഡിപ്പെൻസാണ്, നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ല, അതൊക്കെ നമ്മുടെ ചിലവ് ഇതൊക്കെ അനുസരിച്ചിരിക്കും.
അതാണ് ഇവിടുത്തെ ബെർലിനെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു വർഷമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ജർമ്മനി ആയിക്കോട്ടെ, ഏത് കൺട്രിയിലും പോകാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, എനിക്ക് നിങ്ങളോടൊക്കെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ലൈക്ക് നിങ്ങൾ എത്രയും കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ഒന്നും നിങ്ങൾക്ക് സിമ്പിളല്ല. ഇവിടെ വന്നാൽ മറ്റുള്ളവർ പറയുന്ന കൂട്ടൊന്നുമല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങളുടെ അബ്രോഡുള്ള സ്റ്റുഡൻസ് ലൈക്ക് ഫ്രണ്ട്സും അതുപോലെയുള്ളവരൊക്കെ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ ചിന്ത അവരവിടെ അടിച്ചു പൊളിക്കുകയാണ്, ലൈക്ക് ഹാപ്പിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ കഷ്ടപ്പാട് നിങ്ങൾക്ക് ഇവിടെ വന്ന് മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ നിങ്ങൾക്കത് ഒരാൾ പറഞ്ഞു തന്നാൽ ഒരിക്കലും മനസ്സിലാവില്ല. അവർക്ക് ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും, മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് അവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നതാണ്. അപ്പോൾ ആ ഒരു കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതാണ്. ഇവിടെ ഏത് സമയമാണെങ്കിലും ഭയങ്കര വിലപ്പെട്ട സമയമാണ്. ഇവിടുത്തെ ടൈം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഷടാവടാ എന്ന് പോകുന്ന പോലെയാണ് ഇവിടുത്തെ ടൈംസൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെടാൻ മാത്രം ഇങ്ങോട്ടേക്ക് കടന്നു വന്നാൽ മതി. അപ്പോൾ എൻ്റെ ഒരു വർഷം എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പല നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ്സും അവരൊക്കെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർക്കും ഒരു ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.